ഫാൻസ് വലിയ ബിഗ് സ്ക്രീനിലൊക്കെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് നോക്കാം. ബ്രസീൽ ഫാൻസ് ആണ് കൂടുതൽ നമ്മൾ നേരത്തെ കണ്ടത്. അവരൊക്കെ ഇപ്പോൾ എന്ത് പറയുന്നു എന്നറിയാൻ നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം. കൊച്ചിയിൽ നിന്നും വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിന്റെ ടീം ബ്രസീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നിരാശയാണ് ബ്രസീൽ ഫാൻസിനെല്ലാം. കളിയിലേക്ക് തിരികെ വരാൻ പറ്റുമോ? ബ്രസീൽ ഉറപ്പായിട്ടും തിരിച്ചു വരും. പക്ഷെ ആ നെഞ്ചടിപ്പ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഇന്റർവെൽ സമയത്ത് ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്നു. ഒരു മടങ്ങി വരവ് ഉറപ്പായിട്ടും ഉണ്ടാകും. അതിനൊരു ദൈവപുത്രൻ അവതരിക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷയിൽ ഞങ്ങൾ ബ്രസീൽ ഫാൻസ് എല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. അവസാന നിമിഷത്തേക്കെങ്കിലും നെയ്മർ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഇവരൊക്കെ തന്നെ. ജപ്പാൻ ജയിക്കട്ടെ. നിങ്ങളുടെ പക്ഷേ ജപ്പാൻ ഫാൻസ് ആയിരിക്കും. അർജന്റീനയല്ലേ? സത്യം അഭിമാനമാണ് ജപ്പാൻ. ജപ്പാൻ നല്ല കളി കളിക്കുന്നുണ്ട്. ബ്രസീൽ മോശമില്ലാത്ത കളി കളിക്കുന്നത്. പിന്നെ ഞാൻ ഫ്രാൻസിന്റെ ആരാധനാണ്. അർജന്റീന ആരാധനാണ്. എല്ലാവരും ജപ്പാന്റെ സന്തോഷം കണ്ടപ്പോ മനസ്സിലായി ബ്രസീൽ പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയാണ് ഒരു ബ്രസീൽ. എന്ത് സംഭവിച്ചു? തിരിച്ചടിക്കും. നമ്മൾ തിരിച്ചടിക്കൂ. രണ്ടെണ്ണം തിരിച്ചടിക്കും. എത്ര ഗോളുകൾക്ക് ജയിക്കും? 2 ഗോളിന് ജയിക്കും. 2 ഗോളിന് ജയിക്കുമെന്നാണ് ബ്രസീൽ ഇപ്പോഴും പറയുന്നത്. പല രീതിക്കുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു. ഒപ്പം തന്നെ ബെറ്റ് നടക്കുന്നു. നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. ഇതാ ഈ ബ്രസീലിന്റെ മത്സരമൊക്കെ നടക്കുന്നതിന്റെ ഇടയിലും മെസ്സിയുടെയൊക്കെ കുപ്പായിട്ട് വന്നവരുണ്ട്. അപ്പോൾ കട്ടയ്ക്ക് കട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീൽ ഫാൻസ് എന്താ ഇന്റർവെല്ലിന് ശേഷം എങ്ങനെയായിരിക്കും മത്സരം? ഇന്റർനാഷണൽ നല്ല കളിയായിരിക്കും വരാൻ പോകുന്നത്. നെയ്മർ ഇറങ്ങും. കളി ഞങ്ങൾ ജയിക്കും. അതാ പ്രതീക്ഷ. നെയ്മറിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നെയ്മറിന്റെ വരവിനെ കാത്തിരിക്കുകയാണ്. വിനീഷ്യസ് വീണ്ടും നല്ല രീതിയിൽ ഫോമിൽ വരും. കുൻഹ നല്ല രീതിയിൽ ഫോമിൽ വരും. എല്ലാവരും നല്ലൊരു ഗോള് നമുക്ക് കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും വിപിൻ നന്നായിട്ടുണ്ട്. അവിടെ ഏറ്റവും ആദ്യം നേരത്തെ പറഞ്ഞു കേട്ടത് ഏഷ്യയുടെ അഭിമാനമാണ് ജപ്പാൻ വരട്ടെ എന്നാണ്. ഈ ആവേശത്തിന്റെ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ പറയുമ്പോഴും ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ വിപിനെ. അത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ബ്രസീൽ ഈ കളിയിലേക്ക് മടങ്ങി വരുമോ എന്നുള്ളത്. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.